നല്ലൊരു ഡൈനിങ് സ്പേസ് നമുക്ക് ഈ വീടിന് കിട്ടിയിട്ടുണ്ട്. ഓപ്പൺ കിച്ചനോട് ചേർന്ന് തന്നെയാണ് ഈ ഡൈനിങ് വരുന്നത്. മാത്രമല്ല 6 ചെയറിൻ്റെ ടേബിൾ ഈസി ആയിട്ട് വീഴുന്ന രീതിയിൽ നല്ലൊരു ഡൈനിങ് ഈ വീടിന് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഓപ്പൺ കിച്ചൺ തന്നെയാണ് ഈ വില്ലയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അത് എൽ ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. പ്രീമിയം ലെവലിലുള്ള കളർ പാറ്റേൺ ഒക്കെ കൊടുത്ത് ഭംഗിയുള്ളൊരു കിച്ചണാണ് നമുക്ക് ഈ വില്ലയ്ക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് പുക്കാട്ടുപടി ജംഗ്ഷനോട് വളരെ അടുത്തായിട്ടൊരു വില്ല പ്രോജക്റ്റിനകത്താണ്. കാം ആൻഡ് ക്വയറ്റ് ഉള്ള ഒരു ഏരിയയും കൂടിയാണ്. അതായത് പൊല്യൂഷൻ ഒട്ടും ഇല്ലാത്തൊരു ഏരിയയിൽ നല്ല വെള്ളമൊക്കെ കിട്ടുന്ന നല്ലൊരു ഏരിയയിൽ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വില്ല പ്രോജക്റ്റിനകത്താണ് വന്നുള്ളത്. പുക്കാട്ടുപടി വലിയൊരു ജംഗ്ഷനും കൂടിയാണ്. ഇവിടെ നിന്ന് നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പോകാം, തൃപ്പൂണിത്തറയ്ക്ക് പോകാം, ആലുവയ്ക്കും പോകാം. അങ്ങനെ നോക്കുമ്പോൾ ഒരു പീക്കായിട്ടുള്ള ഏരിയയിൽ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന വില്ലയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. 3.5 സെൻറ്റാണ് ലാൻഡ് വരുന്നത്. 1600 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ യൂട്ടിലിറ്റിയാണ്. മനോഹരമായിട്ടാണ് ഇവിടെ വീട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. ഫസ്റ്റ് ഇതിൻ്റെ എലിവേഷൻ ഒന്ന് കാണാം. ഈ വില്ലയ്ക്ക് വരുന്ന വഴികളെല്ലാം ടൈലിട്ട് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ വില്ലയ്ക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഈ വില്ലയിൽ തന്നെ ഉള്ള ഒരു പാസേജാണ് ഈ കാണുന്നത്. നല്ല വീതിയുള്ള റോഡ് നമുക്ക് ഈ സൈഡിൽ വരുന്നത് കൊണ്ട് തന്നെ ഗസ്റ്റ് കാർ പാർക്കിംഗ് ഒക്കെ നമുക്ക് ഇവിടെ ഇടാവുന്നതാണ്. മാത്രമല്ല ഒരു എയർ ടൈറ്റും മറ്റു കാര്യങ്ങളൊന്നും വരില്ല. ഈ ബെഡ്റൂമിനൊക്കെ നല്ലൊരു പ്രൈവസിയും കിട്ടും. ഇനി മതിലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ടാണ് മതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗേറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്ലൈഡിംഗ് ഗേറ്റാണ് വന്നുള്ളത്. അതും സ്ക്വയർ ട്യൂബിൽ തന്നെയാണ്. അതിന് നല്ല ഡിസൈനായി കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2ആയിട്ട് ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഫോൾഡിംഗ് ഗേറ്റും വരുന്നുണ്ട്. നേരെ നമുക്ക് പോർച്ചിലേക്ക് വരാം. വലിയൊരു വാഹനം ഈസി ആയിട്ട് കടന്ന് വീഴുന്ന രീതിയിൽ പോർച്ച് ഒരുക്കുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പോർച്ചും കൂടിയാണ്. ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസും വരുന്നുണ്ട്. ഇത് നോർത്ത് സൈഡാണ്, ഇത് വെസ്റ്റ് സൈഡാണ്. അപ്പം വെസ്റ്റ് സൈഡിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്, നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്, ടാപ്പ് വരുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ട് ഒരു പവർ പോയിന്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ നമുക്ക് ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെയായിട്ടൊരു നല്ലൊരു ഗാർഡൻ കൊടുത്തിട്ടുണ്ട്. ധാരാളം ചെടികൾ നട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈസ്റ്റ് ഭാഗത്തേക്ക് വരാം. ഈ കാണുന്ന ഭാഗത്ത് ഒരു വലിയ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോമ്പൗണ്ടിനകത്ത് 2 വാഹനങ്ങൾ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നല്ല രീതിയിൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിണറാണ് ഈ ഭാഗത്ത് വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിൽ തന്നെയാണ് കിണർ വരുന്നത്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് ഈസ്റ്റ് സൈഡാണ്. നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഫുള്ള് ടൈൽ ഒട്ടിച്ചിരിക്കുകയാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ റെയിൻ വാട്ടർ സിസ്റ്റമൊക്കെ കറക്റ്റായിട്ട് പ്ലംബിംഗ് വർക്ക് ചെയ്ത് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. നേരെ നമുക്കിനി വീടിനകത്തേക്ക് വരാം. സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിൽ തന്നെയാണ്. നല്ലൊരു സിറ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ട് നല്ലൊരു ഷൂ സ്റ്റോറേജ് സ്പേസും കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ചെരുപ്പ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഷൂ റാക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. വീടിൻ്റെ ദർശനം വരുന്നത് വെസ്റ്റ് സൈഡാണ്. 2 പീസ് ഡോറാണ് വന്നുള്ളത്. നല്ല ഗേജുള്ള 2 പീസ് ഡോർ വന്നിട്ടുണ്ട്. നേരെ നമുക്ക് ലിവിങ് സ്പേസിലേക്ക് വരാം. നല്ലൊരു ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗം നോർത്ത് സൈഡാണ്. ഇവിടെയായിട്ട് 4 സീറ്ററിൻ്റെ കോർണർ സെറ്റ് വീഴുകയും ചെയ്യും. അതായത് ഇവിടെ ഒരു 4 സീറ്റർ വീഴുകയും ചെയ്യും. ഇവിടെ ഒരു കോർണർ വീഴുകയും ചെയ്യും. ഇവിടെയായിട്ട് ഒരു 2 സീറ്ററും അറേഞ്ച് ചെയ്യാവുന്നതാണ്. നല്ലൊരു ടീപ്പോയും കൊടുക്കാൻ പറ്റും. മനോഹരമായിട്ട് ഇവിടെ ടി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ട് നല്ലൊരു വാൾപേപ്പറൊക്കെ കൊടുത്ത് ഭംഗിയുള്ളൊരു TV സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ മേലെയായിട്ട് ഭംഗിയായിട്ടാണ് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. വാം ലൈറ്റ് വരുന്നുണ്ട്. സീലിംഗ് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയാണ് വെച്ചിട്ടുള്ളത്. ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡാണ്. 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഫുൾ പാനൽ ചെയ്തിട്ടുണ്ട് ജനൽ. ഇവിടെ വരുന്നത് നോർത്ത് സൈഡാണ്. അവിടെയും 3 പാളി ജനൽ പാനൽ ചെയ്തിട്ടുണ്ട്. നേരെ നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വരാം. ഈ ഡൈനിങ്ങിലേക്ക് കയറുന്ന എൻട്രൻസിന് നല്ലൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. 3 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഭംഗിയായിട്ടാണ് ഇതിന് സീലിംഗ് ലൈറ്റുകളും അതുപോലെ തന്നെ സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. നല്ലൊരു കോൺക്രീറ്റ് ഷെൽഫ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കൗണ്ടറും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഫാൻസി ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ടാണ് ഓപ്പൺ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വാഷ് ഏരിയയിലേക്ക് വരാം.
കയറി വരുന്ന ഭാഗത്തു നിന്നും മാറി ഒതുങ്ങിയാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു വാഷ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കൗണ്ടർ വാഷ് ബേസിനാണ് വന്നുള്ളത്. സെറയുടെ ഫിറ്റിംഗ്സ് വന്നിട്ടുണ്ട്, ടൈൽ ഒടിച്ചിട്ടുണ്ട്, മിറർ, ലൈറ്റൊക്കെ വരുന്നുണ്ട്. താഴെയും സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്റ്റെയറിനടി പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഇൻവെർട്ടറും മറ്റൊക്കെ വെക്കാനുള്ള സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഭംഗിയായിട്ട് അത് കവർ ചെയ്തിട്ടുണ്ട്. ഡി യൂണിറ്റാണ് വരുന്നത്. 3 ഫേസ് ലൈനാണ് മൊത്തത്തിൽ കിട്ടിയിട്ടുള്ളത്. അപ്പം ഭംഗിയായിട്ട് ഇതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്കിനി കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ സൈഡ് വരുന്നത്, അതായത് കിച്ചൻ്റെ സ്ഥാനം വരുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റ് ഫേസിലേക്ക് നമുക്ക് ഫുഡും കോബൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ഓൾറെഡി ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഒരു എൽ ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രീമിയം ലെവലിലുള്ള ഒരു കളർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. മേലെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. LED ലൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. മേലെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റിലൊന്നും നല്ല രീതിയിൽ ഇൻറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഫ്രിഡ്ജ് വെക്കാനുള്ളൊരു സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്. ഈ സ്പേസിൽ ഒരു ഫ്രിഡ്ജ് കയറി നിൽക്കുകയും ചെയ്യും. ഇനി നമുക്ക് കിച്ചൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാക്ക് സ്പേസിൽ ധാരാളം സ്ഥലം അവൈലബിൾ ആണ്. ഇങ്ങനെ തറനിലത്തിൽ നിന്ന് ഉയർത്തി കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് നമുക്ക് നല്ലൊരു സെക്കൻഡ് കിച്ചൺ അറേഞ്ച് ചെയ്യാവുന്നതാണ്. തറനിലത്തിൽ നിന്ന് ഉയർത്തി കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ ഇതിനെ വർക്ക് ഏരിയ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത് കസ്റ്റമറുടെ ഐഡിയ അനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്ത് തരാവുന്നതാണ്. അതെല്ലാം നമ്പറിങ് മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെയും ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറാണ് കാണുന്നത്. അത് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട സ്ഥലമാണ്. അവിടെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റിലുള്ളൊരു സംവിധാനവും കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ള ടണൽ പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഫുഡ് വേസ്റ്റ് വരുന്നതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് ഡംപ് ചെയ്യാവുന്നതാണ്. പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇവിടെ ഹരിത കർമ്മസേന വന്ന് കളക്ട് ചെയ്ത് പോകുന്നതാണ്. അപ്പം ഫുഡ് വേസ്റ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഇവിടെ കളക്ട് ചെയ്ത് നമുക്ക് ഇവിടെ വെച്ച് തന്നെ പ്രോസസ്സിങ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ്. ഇതിൻ്റെ നീളം വന്നിരിക്കുന്നത് 13 അടി നീളം, 11 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് വന്നുള്ളത്. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസൈനും ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. സീലിംഗ് ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. ഭംഗിയുള്ളൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. 3 പാർട്ടായിട്ട് തുറക്കാൻ പറ്റും. മാത്രമല്ല ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് വെസ്റ്റ് സൈഡാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. അത് സൗത്ത് സൈഡാണ്. അവിടെയും 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഫുള്ള് വന്നിട്ടുള്ളത്. നല്ലൊരു വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. എക്സോസ്റ്റ് വരുന്നുണ്ട്. ടവൽ റാഡും മറ്റൊക്കെ കൊടുത്ത് നല്ല നീറ്റ് ആയിട്ടുള്ളൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. താഴെ ഒരു മാറ്റ് ടൈലാണെന്നുണ്ടെങ്കിൽ ഭിത്തി ക്ലോസ് ചെയ്യാണ്. നല്ലൊരു ഫൈബർ ഡോർ തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് കയറാം. ചെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിൽ തന്നെയാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലാണ് വന്നുള്ളത്. ഈസി ആയിട്ട് കയറാം. മേലെ കാണുന്നത് സീലിംഗ് വർക്കുകളാണ്. നല്ല ഭംഗിയായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. അവിടെ ഒരു പെർഗോളയും ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകുന്ന ഈ നോർത്ത് സൈഡിലും പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലാണ്. നല്ലൊരു ഏരിയ ആയിട്ട് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു കമ്പ്യൂട്ടർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നല്ലൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. സ്വിച്ചസ് എല്ലാം വരുന്നത് ഓറിയൻറ്റിൻ്റെ സ്വിച്ചസ് ആണ് വന്നുള്ളത്. വി ഗാർഡിൻ്റെ വയേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഈസ്റ്റ് സൈഡാണ്. അവിടെ ഒരു 2 പാളി ജനലും വന്നിട്ടുണ്ട്. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. താഴത്തെ അതേ അളവ് തന്നെയാണ് ഈ ബെഡ്റൂമിന് വന്നിട്ടുള്ളത്. 13 അടി നീളം വന്നിട്ടുണ്ട്. 11 അടി വീതി വന്നിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണർ തന്നെയാണ്. ഇത് സൗത്ത് സൈഡാണ്. 3 പാളി ജനൽ. ഇത് വെസ്റ്റ് സൈഡാണ്. ഭംഗിയുള്ളൊരു കബോർഡ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കബോർഡിൻ്റെ പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ട്. ഡിസൈനും മാറ്റം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മേലെയായിട്ട് ഭംഗിയായിട്ട് ഇൻറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസൈനും മാറ്റം വന്നിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, 3-വേ മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഹീറ്റിൻ്റെ പോയിന്റ്, എക്സോസ്റ്റും മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഫൈബർ ഡോർ തന്നെയാണ് ഇതിനും വന്നിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. 14 അടി നീളമുണ്ട് ഈ ബെഡ്റൂമിന്. 10 അടി വീതിയും കൊടുത്തിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഇത് നോർത്ത് സൈഡാണ്. 2 സൈഡിലും 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഭംഗിയായിട്ട് ഇൻറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടെയായിട്ട് ഒരു കമ്പ്യൂട്ടർ ടേബിൾ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കബോർഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം.
നല്ലൊരു വാഷ് ബേസിൻ, മിറർ, ലൈറ്റ് എല്ലാം വരുന്നുണ്ട്. 3-way മിക്സ്ഡ് ടാപ്പ്, റെയിൻ ഷവർ, ഹീറ്റിന്റെ പോയിന്റ്, എക്സോസ്റ്റ് വരുന്നുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് എന്നുള്ളത്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ക്ലോസ് ചെയ്യണമെന്നുള്ളത്. നല്ലൊരു ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഒരു എൻട്രൻസും കൂടി ഉണ്ട്. നല്ലൊരു ബാൽക്കണി നമുക്ക് ഈ വീടിന് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന വർക്കുകളെല്ലാം വരുന്നുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് വന്നുള്ളത്. ടഫിൻ്റെ ഗ്ലാസ് വരുന്നുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കോപ്പർ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വുഡിൻ്റെ ടെക്സ്ചറിലുള്ളൊരു ഫൈബർ സീലിംഗ് വർക്കുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ജിപ്സം പാനൽ വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ബാൽക്കണി ഒരുക്കിയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയും കൂടിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോകാം. കവേർഡ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ ആണ്. ഇവിടെയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാവുന്നതാണ്. പവർ ലൈൻ, വേസ്റ്റ് ലൈൻ, വാട്ടർ ലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെയായിട്ട് നമുക്ക് ഒരു അയൺ ടേബിൾ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടൈല് മാറ്റ് 4x2 ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല കവേർഡ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് നമുക്ക് ഇങ്ങനെ കയറാവുന്നതാണ്. ഇങ്ങനെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറാവുന്നതാണ്. സ്റ്റെയർ കൊടുത്തിരിക്കുന്ന കോൺക്രീറ്റിൽ തന്നെയാണ്. ഹാൻഡിലൊക്കെ വരുന്നുണ്ട്. ഈസി ആയിട്ട് നമുക്ക് മേലേക്ക് കയറാം. അപ്പോൾ വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട്. അത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നല്ലൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഡീറ്റെയിലേക്ക് പോകാം. പുക്കാട്ടുപടി ജംഗ്ഷനോട് വളരെ അടുത്തായിട്ടുള്ളൊരു നല്ലൊരു വില്ല പ്രോജക്റ്റിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. മനോഹരമായിട്ടാണ് ഇവിടെ വീടുകൾ പണി പൂർത്തിയായിട്ടുള്ളത്. ഒരുപാട് വീടുകൾ സെയിലായിട്ടുണ്ട്. ദ്രുതഗതിയിലാണ് ഇവിടെ വീടുകൾ സെയിലായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വീടും കൂടിയാണ്. 3.5 സെൻറ്റ് ഭൂമിയിൽ 1600 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ യൂണിറ്റിയാണ്. ഇതിന് ചോദിക്കുന്ന വില 61 ലക്ഷം രൂപയാണ്. ചോദിക്കുന്ന വിലയാണ്. വില നെഗോഷ്യബിൾ ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ബാങ്കിൽ നിന്നും 80% ലോൺ സൗകര്യം അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ ഇതിനെ ലോൺ അസിസ്റ്റ് ചെയ്യുന്നതിനും രജിസ്ട്രേഷൻ പർപ്പസിന് ആവശ്യമായുള്ള പേപ്പർ വർക്കിനെല്ലാം നിങ്ങളുടെ കൂടെ നിന്ന് സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എടുത്തു പറയുകയാണ് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് പടിപടിയായിട്ട് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാനും പറ്റും. അപ്പോൾ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.